രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂരൂർ. എന്റെ മോൾക്ക് ഞാൻ 150 പവന് ഇന്നോവ വണ്ടിയും 10 ഏക്കർ സ്ഥലവും നൽകും. ഒരേ ഒരു മോളായതുകൊണ്ട് അത് ഇപ്പൊ വേണോന്ന് ചോദിക്കും. എന്നാൽ ഞാൻ ഇപ്പൊ തന്നെ നൽകും. അതാണ് ഈ ഉത്തമ സുന്ദരൻ. മകളെ പെണ്ണ് കാണാമെന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ അച്ഛനും അമ്മയോടും തന്റെ പ്രൗഢി കാണിക്കുകയാണ് അയാൾ. ഒക്കെ അവൾക്കാണെന്ന് ആർക്കാണ് അറിയാത്തത്. അപ്പൊ ഉത്തമ സുന്ദരേട്ടാ, നിങ്ങൾ നിങ്ങളുടെ ഭാഗം പറഞ്ഞു കഴിഞ്ഞു. ഇനി ചെറുക്കന്റെ കുടുംബക്കാർക്ക് വല്ലതും പറയാനുണ്ടോ? ബ്രോക്കർ നീലാംബരൻ ചെറുക്കന്റെ വീട്ടുകാരോടായി ചോദിച്ചു. ഏയ്, ഞങ്ങൾക്കൊന്നുമില്ല. എന്റെ മകൻ റവന്യൂ ഉദ്യോഗസ്ഥനാ. ഇതൊന്നുമില്ലെങ്കിലും അവൻ അവന്റെ ഭാര്യ നന്നായിട്ട് നോക്കുമെന്ന് എനിക്കറിയാം. എന്നാലും നാട്ടു നടപ്പനുസരിച്ച് നിങ്ങൾക്ക് എന്താ നൽകാൻ കഴിയാന്ന് വെച്ചാ അത് നൽകിക്കോളൂ. അത് എന്ത് തന്നെ ആയാലും ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ഒക്കെ അവരുടെ ഭാവി ജീവിതത്തിന് വേണ്ടി മാത്രം. എന്നാ പിന്നെ മുഹൂർത്തം തീരുമാനിക്കാം. ബ്രോക്കർ തിടുക്കം കൂട്ടി. ആയിക്കോട്ടെ. അങ്ങനെ അവരുടെ ജോത്സ്യൻ ആ വിവാഹത്തിന് ഒരു നല്ല മുഹൂർത്തവും തീയതിയും കുറിച്ച് തീരുമാനിച്ചു. വിവാഹം ഗംഭീരമായി നടക്കുകയാണ്. ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ആൾക്കാരെ കൊണ്ട് വിവാഹ മണ്ഡപം നിറഞ്ഞു. കുളിർ പരത്തി കറങ്ങുന്ന ഫാനിന് താഴെ ലക്ഷറി കസേരയിൽ നിന്നു എല്ലാവരും കതിർ മണ്ഡപത്തിൽ ആ കല്യാണം നോക്കി നിന്നു. മുഖ്യ കാർമ്മികന്റെ നേതൃത്വത്തിൽ താലി കെട്ടുകയും മാല ചാർത്തുകയൊക്കെ ചെയ്തു. ബഹളമയമായ അവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും വരന്റെ വീട്ടിലെത്തി. വലിയ കൊട്ടാരമൊന്നുമല്ലെങ്കിലും തരക്കേടില്ലാത്തൊരു ഭവനമായിരുന്നു ചെറുക്കൻ്റേത്. അവിടുത്തെ സൽക്കാരവും മറ്റും കഴിഞ്ഞ് പെണ്ണിന്റെ ബന്ധുക്കൾ പിരിഞ്ഞുപോയി. അങ്ങനെ ആദ്യരാത്രി വന്നെത്തി. ഇന്നലെ വരെ ഇരുവരുടെയും സ്വപ്നങ്ങളിൽ മാത്രമുണ്ടായിരുന്ന ആ സുന്ദര മുഹൂർത്തം വന്നടഞ്ഞതിന്റെ ആവേശത്തിലായിരുന്നു അവർ. രാത്രി നേരം വൈകോളം സംസാരിച്ചു. ഭർത്താവ് ആർത്തിയോടെ തന്റെ ശരീരഭാഗങ്ങളൊക്കെ തഴുകിയുണർത്താൻ തുടങ്ങിയപ്പോൾ അവൾ ആദ്യമായി പുരുഷ സ്പർശനത്തിന്റെ മാസ്മരികത എന്തെന്നറിഞ്ഞു. ഇതൊക്കെ ഇങ്ങനെ ഞെക്കി ഞെരടിയും തടവി അമർത്തുമ്പോൾ ചേട്ടൻ എന്താ ലഭിക്കുക? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നിനക്ക് എന്തോന്നപ്പോ? എനിക്ക് നല്ല സുഖം കിട്ടുന്നുണ്ട്. എനിക്കും അങ്ങനെ തന്നെ, അയാൾ പറഞ്ഞു ചിരിച്ചു. ഇതിനേക്കാൾ നല്ല സുഖം വേറൊന്നുണ്ട്. അയാൾ അവിടെ ചെവിയിൽ മുഴിഞ്ഞു. അതെന്താ? അയാൾ ആ സ്വർഗീയ സുഖാനുഭൂതി കൂടി നൽകിയപ്പോൾ ആനന്ദം കണ്ണിലൂടെ ഒഴുക്കി അവളൊരു പേടമാനിനെ പോലെ അയാൾക്കടിയിൽ അമർന്നു കിടന്നു. പിന്നെ എപ്പോഴോ കിടന്നുറങ്ങി. നേരം വെളുത്തിട്ടും ചുരുണ്ടുകൂടി കിടക്കുന്ന അവളെ നോക്കി അയാൾ നെടുവീർപ്പെട്ടു. സുസുവിന് വീട്ടുജോലി അറിയില്ലേ? അയാൾ ചോദിച്ചു. ഏയ്, ഞാൻ ഒറ്റമകളല്ലേ, അതുകൊണ്ട് എനിക്കതൊന്നും അറിയില്ല. രാവിലെ ബെഡ് കോഫി പ്രതീക്ഷിച്ച അയാൾ വിരൽ കഴിക്കേണ്ടി വരുമോ എന്ന സംശയത്തോടെ അവളോട് ആജ്ഞാപിച്ചു. സുസു, ഒരു ബെഡ് കോഫി ഉണ്ടാക്കടി. ഞാനാണോ ഈ വീട്ടിൽ ബെഡ് കോഫി ഉണ്ടാക്കേണ്ടത്? അവിടെ കടുത്ത സ്വരത്തിലുള്ള ചോദ്യം കേട്ടപ്പോൾ അയാൾക്ക് ഓർമ്മ വന്നു. പഞ്ചസാര ഞാനിടും. എന്നാ ഇട്. കാലക്ക് ഞാൻ അങ്ങോട്ട് തരും, ഞാൻ കുടിക്കും എന്ന വീഡിയോ ആണ്. അയാൾ പാവം സ്വയം എണീറ്റ് പോയി കോഫി ഉണ്ടാക്കി കുടിച്ചു. ഒരു ഗ്ലാസ് അവൾക്കും കൊണ്ടുകൊടുത്തു. അടുക്കളയിൽ കയറാൻ വീട്ടുജോലി ചെയ്യാൻ അവൾ തയ്യാറായില്ല. വേലക്കാരി അവൻ്റെ അച്ഛനും അമ്മയും അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് അവൾ കഴിച്ചു. TV നോക്കി പോത്തുപോലെ കിടന്നുറങ്ങി. വളർത്തുദോഷം അച്ഛനും അമ്മയാണ് പറയേണ്ടത്. കൂടുതൽ ആളിച്ച് കുഴിമടിയത്തിയാക്കി മാറ്റിയിരിക്കുന്നു. ഭർത്താവ് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറയുമ്പോൾ അവൾ പറയും, ഞാൻ ഒറ്റമകളാ, എനിക്കതൊന്നും ശീലമല്ല, എനിക്കതറിയില്ല, എനിക്ക് ഇതറിയില്ല. അയാൾ ആലോചിച്ചു, ഈ ഒറ്റമകളെന്ന് അത്ര വലിയ കുഴപ്പമാണോ? അയാൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടിയത്. സാമൂഹിക ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും ചില ഒറ്റമകൾമാർ കാട്ടിക്കൂട്ടിയ വീരശൂര പരാക്രമങ്ങളുടെ ലിസ്റ്റ് വലുതാണ്. അമിത ലാളനയും വാത്സല്യവുമാണ് അവരെ വഴിതെറ്റിക്കുന്നത്. ഏതായാലും തലയിലായി, ഇനി അനുഭവിച്ചേ പറ്റൂ. മേക്കപ്പിലും കോസ്റ്റ്യൂംസിലും അവൾ അവളുടേതായ ചില ചിട്ടവട്ടങ്ങൾ പിന്തുടരുന്ന അയാൾ ശ്രദ്ധിച്ചു. TV കാണുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അവളുടെ രീതി കണ്ട് അയാൾക്കുള്ളിൽ ചിരി പൊട്ടി. പോസിറ്റീവ്നെസ് ഉണ്ടെങ്കിലും ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ആട്ടെ, നീ എങ്ങനെയാ ചെറുപ്പം മുതൽ ഇതുവരെ ജീവിച്ചോളന്ന് ഒന്ന് പറഞ്ഞ തന്നെ ജീവിതചര്യകൾ. ഇടയ്ക്ക് അയാൾ അവളെ മടിയിൽ കിടത്തി സ്നേഹത്തോട് ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അവൾക്ക് ഓർമ്മയുള്ള 1ാം ക്ലാസ് തൊട്ട് ഇതുവരെയുള്ള എല്ലാ ചരിത്രവും വള്ളിപുള്ളി വിടാതെ പറഞ്ഞു. ഒക്കെ കേട്ടപ്പോൾ അയാൾക്കൊരു കാര്യം മനസ്സിലായി. നീ എത്ര വയസ്സ് വരെയാ അച്ഛൻ്റെ അമ്മയുടെ മധ്യത്തിൽ കൂടെ കിടന്ന്? 8ാം ക്ലാസ് വരെ. അയാൾ ഊറി ചിരിച്ചു. വെറുതെ അല്ല അച്ഛനും നമുക്ക് നീ ഒറ്റമകളായത്. എന്തേ? അയ്യോ, ഒന്നുമില്ലായേ. രചന വിജയ് സത്യ.